അതെ. ഈ സ്റ്റിച്ച് ചെയ്ത് ബാക്കി വന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ? ഈ സ്റ്റിച്ച് ചെയ്യണ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്നതാണ് കേട്ടോ. ബാക്കി വന്ന കുറേ മെറ്റീരിയൽസ്. അപ്പോൾ ചില ആൾക്കാരത് കളയും, ചില ആൾക്കാർ റീയൂസ് ചെയ്യും കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലും ഇതും കൂടെ നമുക്ക് വലിയവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഫ്രോക്കായിരുന്നു. ഒരു ഡബിൾ കളർ ഫ്രോക്ക് അതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഒരു ഏകദേശം ഒരു 1 ഇയർ ബേബിക്കൊക്കെ പറ്റും കേട്ടോ ഈ ഫ്രോക്ക്. ആ ഒരു ഐഡിയയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അളന്നെടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ആ അടിയിൽ ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഫ്രോക്ക് ഒന്ന് തൊങ്ങിയിരിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് ലൈനിങ് പീസാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെക്കുന്നുണ്ട് കേട്ടോ. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ പറയുമ്പം അങ്ങനെ തിന്നിപ്പോണ മെറ്റീരിയലാണല്ലോ, അത് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇത് അതിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് രണ്ടായി കട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സിബ് വെക്കണമെങ്കിൽ സിബ് വെക്കാം, കൊക്കി വെക്കണമെങ്കിൽ കൊക്കി വെക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയാണ്, ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഐഡിയയാണ് കേട്ടോ. കണ്ടോ, ഈ ജോർജറ്റ് മെറ്റീരിയലിന് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് തെന്നിപ്പോണ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിൻ ചെയ്യണം. ഇങ്ങനെ പിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ബാലൻസുള്ള ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അതാണ് എളുപ്പം. ഇങ്ങനെ അല്ലാണ്ട് കറക്റ്റ് കട്ട് ചെയ്ത് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാമെന്ന് പറയില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക, ഇതാകുമ്പോൾ എളുപ്പമല്ലേ. ഇതുപോലെ തന്നെ ഞാൻ ബാക്കും ഫ്രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഒരു 13 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 13 ഇഞ്ച് മതിയാവും ഫ്രോക്കിന് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തർക്ക് ഓരോ ഐഡിയയാണ്. ചില കുട്ടികൾക്ക് ബാക്കിൽ ഇങ്ങനെ തൊങ്ങി കിടക്കുന്ന പോലെയൊക്കെ വേണമെന്നുണ്ടാവും. അത് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ റെഫറൻസ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നെക്ക് ഇങ്ങനെയാണ് ആ ടോപ്പിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത ശേഷം അത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. കട്ട് ചെയ്ത് മാറ്റുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ. എടുത്തതാണ്, മിസ്സായി പോയി, അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം, അങ്ങനെയും പറയാം. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഷോൾഡർ കൂടി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഫ്രിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ ഫ്രിൽസ്. കുറേ വീഡിയോസിൽ കണ്ടിട്ട്, അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇങ്ങനെ ഒരു ഫ്രിൽസ് ചെയ്യണമെന്ന്, അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്തത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ടും ഇതേപോലെ തന്നെ ഫ്രിൽസ് എടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. ഇത് കണ്ടോ, ഫ്രിൽസ് എടുക്കുമ്പോൾ കറക്റ്റായി ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു അളന്നിട്ട് എത്ര വേണം ഫ്രിൽസ് ആ ഒരു അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെയാണ് ഫ്രോക്ക് കിട്ടുന്നത്. ഇതിങ്ങനെയല്ല, ഇതിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം കേട്ടോ. മേക്ക് ഓവർ ചെയ്ത് എടുത്ത ലുക്കാണിത്. ഇതാ ബീഡ്സൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഇതല്ലാണ്ട് ഒരു ഹെയർ ബോവും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹെയർ ക്ലിപ്പൊക്കെ ആഡ് ചെയ്ത് ഒരു ബോവും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീഡ്സൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈയിൽ തൊലി ഫ്ലവറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫ്ലവർ അങ്ങനെ കൊടുക്കണ കണ്ടിട്ടില്ല, അതായത് ഞാൻ എൻ്റെ ഒരു ഐഡിയ ഇത് ചെയ്തതാണ് കേട്ടോ. അതാകുമ്പോൾ കെട്ടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകുമല്ലോ അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കുഴപ്പമില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.